ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും മുതലോട്ട് സ്വാഗതം. UK-യിലെ പുതിയ കുടിയേറ്റ നിയമം മൂലം കർശനമായി കൊണ്ടിരിക്കുന്ന കുടിയേറ്റ നിയമം മൂലം മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസികളാണ് നാട്ടിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. UK-യിൽ പഠനത്തിനായും ജോലിക്കായും എത്തിയ മലയാളികളിൽ വലിയൊരു വിഭാഗം ഇവിടെ തുടരാൻ സാധിക്കാതെ തിരിച്ച് നാട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കർശനമായി കൊണ്ടിരിക്കുന്ന വിസ നിയമങ്ങൾ തന്നെയാണ്. പല ആൾക്കാർക്കും PSW കാലാവധി കഴിഞ്ഞും ജോലി ലഭിക്കാൻ പറ്റാത്ത, ജോലി കിട്ടാത്തൊരു സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ UK-യിൽ സംജാതമായി കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പലരും താൽക്കാലിക ജോലിക്ക് വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് സമീപിക്കുന്നതിൽ കൂടി അതുപോലും, അതായത് സ്പോൺസർഷിപ്പ് ഇല്ലാത്ത, വിസ ഇല്ലാത്ത ജോലികൾ പോലും ലഭിക്കാത്ത സാഹചര്യം പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്ന റീസ്റ്റോറിംഗ് കൺട്രോൾ ഓവർ ദ ഇമിഗ്രേഷൻ സിസ്റ്റം എന്ന പുതിയ ധവളപത്രം, അതായത് വൈറ്റ് പേപ്പറിലുള്ള നിർദ്ദേശങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ്. അപ്പം ഇതാണ് മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് മേൽ ഒരു ഇടുത്തി പോലെ വന്ന് ഭവിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ഒരു വൈറ്റ് പേപ്പറിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ PR-ൽ, അതായത് ILR-ലൊക്കെ കർശനമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരാം വന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതും ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്കാണ് ലക്ഷങ്ങൾ കൊടുത്ത് വിസയൊക്കെ സെറ്റാക്കിയിട്ട് ജീവിതം കരുപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും ഒരു ഇടുത്തി പോലെയുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണത്. ഞാൻ അറിയുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ട് താൽക്കാലികമായിട്ട് ഒരു കെയർ ഹോമിലോ മറ്റോ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് വർക്ക് വിസയൊക്കെ സംഘടിപ്പിച്ച ഒരു 5 വർഷം എങ്ങനെയെങ്കിലുമൊക്കെ ഈ വിസ കഴിഞ്ഞ ശേഷം 5 വർഷം കഴിഞ്ഞാൽ എന്തായാലും എല്ലാം ലഭിക്കുമല്ലോ എന്ന് കാത്തിരിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം ഈ ഒരു പുതിയ സിസ്റ്റം നടപ്പിലാക്കുകയാണെങ്കിൽ ILR 5 വർഷം എന്നുള്ളത് 10 വർഷത്തിലോട്ടോ 15 വർഷത്തിലോട്ടോ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും വിസ പുതുക്കേണ്ടതായിട്ട് വരും. കാരണം അപ്പോൾ അതിനുള്ളൊരു എമൗണ്ട് വീണ്ടും ലക്ഷങ്ങൾ ചിലവാക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഉള്ള പല ആൾക്കാരും തന്നെ നാട്ടിൽ നിന്ന് മറ്റു കടം വാങ്ങിച്ചും ലോൺ എടുത്തും ഗോൾഡൊക്കെ വിറ്റും നാട്ടിലെ തങ്ങളുടെ പുരയിടം പണയം വെച്ചിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു വിസയ്ക്കുള്ള ക്യാഷൊക്കെ സെറ്റാക്കിയിട്ട് വിസ ലഭിച്ച് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 5 വർഷം ആകുമ്പോഴത്തേക്കും പതുക്കെ ഈ കടം വീട്ടാം എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും വീണ്ടും വിസയ്ക്ക് വേണ്ടിയിട്ട് ക്യാഷ് ചിലവാക്കേണ്ട സിറ്റുവേഷൻ വരും എന്ന അവസ്ഥയിലാണ് പല മലയാളികളും. ഈ ഒരു നിയമം വരുമോ വരില്ലയോ എന്നതിനെക്കുറിച്ചുള്ള ഒരു കൺഫ്യൂഷനിലാണ് പലരും. നാട്ടിൽ പോകാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞു. എനിക്കറിയാം 1-2 പേര് നാട്ടിൽ പോയി കഴിഞ്ഞു. UK-യിൽ പഠനം പൂർത്തിയാക്കുന്ന ആൾക്കാർക്ക് ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു PSW വിസ ഉണ്ട്, പോസ്റ്റ് സ്റ്റഡി ഗ്രാജുവേറ്റ് വിസ എന്നൊക്കെ പറയുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാലാവധി 2 വർഷം എന്നുള്ളത് ഇപ്പോൾ വെട്ടിക്കുറച്ച് 1.5 വർഷമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ 2 വർഷത്തിന് അവർ ജോലി തിരയാനുള്ള, UK-യിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ 1.5 വർഷം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രിക്റ്റായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഗ്രാജുവലി ആയിട്ട് ഇങ്ങനെ നിയമങ്ങൾ കടുപ്പിച്ചു വരുന്നത് UK-യിലുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കടുപ്പം തന്നെയാണ്. അതേപോലെ വിദേശ തൊഴിലാളികൾക്ക് UK-യിലെ കമ്പനികൾ നൽകിയിരുന്ന സ്പോൺസർഷിപ്പ് ജോബ് എന്നുണ്ട്, അതായത് വിസ നൽകിയിട്ടുള്ള ജോബ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയും എണ്ണം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഏതൊക്കെ ജോലികൾക്കാണ് സ്പോൺസർഷിപ്പ് നൽകേണ്ടത് എന്നതിന് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കണക്കുണ്ട്. അപ്പോൾ അത് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടിയതിനെ തുടർന്ന്. അപ്പോൾ UK-യിലുള്ള യുവാക്കൾക്ക് ജോലി ലഭ്യമാക്കുക, UK-യിലുള്ള സാധാരണക്കാരായിട്ടുള്ള UK-കാരായിട്ടുള്ള പൗരന്മാർക്ക് ജോലി സാധ്യത വർദ്ധിപ്പിക്കുക, അവരെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് പല ജോലികൾക്കും വിസ വെട്ടിക്കുറച്ച് അത് UK-യിലെ പൗരന്മാർക്ക് മാത്രമേ നിജപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നാട്ടിൽ നിന്നൊക്കെ ആയിട്ട് വന്ന ഭൂരിഭാഗം ആൾക്കാർക്കും നല്ല രീതിയിൽ കടക്കണിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും ബാങ്ക് വായ്പ എടുത്തും സ്ഥലം പണയം വെച്ചിട്ടൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ തിരിച്ചു പോകേണ്ടി വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥയ്ക്കും സാമ്പത്തിക ഭദ്രത ഇല്ലായ്മയ്ക്കും കാരണമായേക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് ബാങ്ക് വായ്പകളിൽ ഇളവ് നൽകണം എന്ന രീതിയിലുള്ള അഭ്യർത്ഥനകളൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മേലെ പല ആൾക്കാരും വെച്ചു കഴിഞ്ഞു. ജോസ് കെ മാണിയൊക്കെ ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നാട്ടിലോട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നടപടികൾ കൈക്കൊള്ളണമെന്നും ഇവരുടെ വായ്പ തിരിച്ചടവ് മുടങ്ങുകയാണെങ്കിൽ അതിന് സഹായിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതായിട്ടൊക്കെയാണ് പല വാർത്തകളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ചർച്ച നടത്തി തങ്ങൾക്ക് ഇവിടെ പ്രവാസികളായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളിലും ഇടപെടണം എന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു. UK-യിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിലും, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും UK-യിലെ റൂളിംഗ് പാർട്ടിയായിട്ടുള്ള കെയർ സ്റ്റാമറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടിക്ക് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. ലേബർ പാർട്ടിക്ക് മാത്രമല്ല, UK-യിലെ 2ാമത്തെ പാർട്ടിയായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടിയും ഒരുപാട് പുറകിലായി പോയി. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ
ADMKയും അണ്ണാ ADMK ഒക്കെ പുറകിലായി TVK മുന്നോട്ട് വന്നില്ലേ എന്ന പോലെ ഇവിടെ കെയർ സ്റ്റാമറുടെ പാർട്ടിയായിട്ട് ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും കെമി ബെറോച്ച് നയിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയും ഒരുപാട് പുറകിലോട്ട് പോയി. പകരം റീഫോം UK എന്ന പുതിയ പാർട്ടി, നൈജൽ ഫരാജയുടെ നേതൃത്വത്തിലുള്ള റീഫോം UK എന്ന പാർട്ടിയാണ് കഴിഞ്ഞ 2 തവണയും അടുപ്പിച്ച് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത്. ഇത് 2029 നടക്കാൻ ഇരിക്കുന്ന UK തെരഞ്ഞെടുപ്പിൽ, അതായത് ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തോട്ടുള്ള തെരഞ്ഞെടുപ്പിലും ഈ ഒരു പാർട്ടി തന്നെ ആയിരിക്കാം ജയിക്കുക എന്ന രീതിയിലുള്ള ഒരു റൂമിൽ ഇപ്പം തന്നെ UK അങ്ങോളം ഇങ്ങോളം ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കെയർ സ്റ്റാമർ, അതുമാത്രമല്ല കെയർ സ്റ്റാമറുടെ വിശ്വസ്തനായിട്ടുണ്ടായിരുന്ന പല ആൾക്കാരും ലേബർ പാർട്ടിക്കുള്ളിൽ തന്നെ കെയർ സ്റ്റാമർ രാജിവെക്കണം എന്ന പേരിൽ നിലപാടുകൾ എടുക്കുകയും അവർ ആ സ്ഥാനങ്ങൾ ത്യജിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ NHSൻ്റെയൊക്കെ മേധാവിയായിട്ടിരുന്ന ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള സ്ട്രീറ്റിംഗ് രാജിവെക്കുകയുണ്ടായി. അതേപോലെ പല ഇടത്തിൽ നിന്നും കെയർ സ്റ്റാമറുടെ രാജിക്ക് മുറവിളി ഉയരുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കെയർ സ്റ്റാമർ ശക്തമായ രീതിയിൽ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും UK മലയാളി പ്രവാസികൾ ശ്രദ്ധിക്കുക, പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കുക. ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ഉടൻ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക് ബൈ, സീ യു.